ശ്രീ വ്യാസ വിദ്യാനികേതൻ ആനുവൽ ഡേ സെലിബ്രേഷൻ സ്വരലയ 2023. KPSC സഹോദയ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനം നേടുകയും അതോടൊപ്പം തന്നെ തൃത്താല സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ നിരവധി സ്കൂളുകളോട് മത്സരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത വ്യാസയുടെ അഭിമാന താരങ്ങളായ കൊച്ചുമിടുക്കികൾ ആ തകർപ്പൻ സംഘനൃത്തവുമായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ. കൽഹാര AL 3rd B, മയൂഖ KB 3rd B, ക്ഷേത്ര TK 3rd B, ശ്രേയ NP 4th A, അമേയ കൃഷ്ണ M രാജശേഖരൻ 4th A, അഭിനയ A 4th A, ആഷിക AH 4th A. കടലായി ചമച്ചും മഹനീയ സത്യമായിന്നും വിളങ്ങുന്നൊരു പദം അമ്മ. പനിസ സനി സരി രി സരി മരി പാപ മപനി പനിസ സരി നീനി നീനി തവ പദ പമ മഗ മഗ മരി സനി സരി മമ്മ സരി പപ്പ സനി സരി മമ്മ സരി പപ്പ സരി മമ്മ പപ്പ സരി മമ്മ പപ്പ രി നി ദബ നി ദബ പപ്പ മഗരി സ സനി സരി നി ദബ രി 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 സരി പ മഗരി മമ ഗ രി രി സ സനി സ സനി നി ദ പപ്പ മപ്പ സനി ദനി ദബ ഗ പ മ മഗ സരി മമ്മ രി പപ്പ എന്നാലും ഭൂമി പെണ്ണിന് ധർമ്മങ്ങൾ പലതല്ലേ, അതിൽ അമ്മയാവുന്നതേ പരമധർമ്മം, അവളെ പൂർണ്ണയാക്കുന്നതീ മാതൃധർമ്മം. കാന്തനില്ലാത്തൊരു കൊട്ടാരത്തേക്കാൾ അഭികാമ്യം വനമെന്നും നിനച്ച സീത, കാനനത്തിലും പിന്നെ രാക്ഷസരാജന്റെ കുവരത്തിലും കാലം കഴിച്ച പെണ്ണ്. രാജാധികാരം കരഗതമായപ്പോൾ രാമനു സീതയിൽ ചാരിത്ര ശങ്കയായി. പരീക്ഷയിലും തൃപ്തരാവാതവൻ വനവീതിയിലവളെ കൈവെടിഞ്ഞു. അവളോ ഉദരത്തിൽ വളരുന്നൊരുണ്ണിക്കാൻ ജീവൻ വെടിയാതിരുന്നു. രണ്ടുണ്ണിക്കിടാങ്ങളെ ദൈവം
മക്കൾക്കായി ജീവിച്ചൊരമ്മ. ഒടുവിൽ മുനിപാടി പഠിപ്പിച്ച കാവ്യം അച്ഛന്റെ മുന്നിൽ പാടാൻ തന്റെ ഉണ്ണിക്കിടാങ്ങളെ യാത്രയാക്കി. കണ്ണീര് തുടച്ചവളിരുന്നു രാമായണത്തോളം വളർന്ന പെണ്ണ്. ുണ്ടായൊരുണ്ണിയെ താഴത്തിൽ തലയിലും വയ്ക്കാതെ വളർത്തിയൊരമ്മ. പള്ളിക്കൂടത്തിൽ പഠിക്കാനയച്ചവൻ തിരികെ വരുന്നതും കാത്തിരുന്നൊരമ്മ. ഉണ്ണിയെ കണ്ടു കൊതിച്ചൊരു ഭൂതം അവനെ പാട്ടിലാക്കി. അവനൊത്തു കൂട്ടുകൂടി കെട്ടി നൽകി ഭൂതം. കാണേണ്ടെനിക്ക് പൊൻപണത്തെ കാളി കൺകളേക്കാൾ വിലപ്പെട്ടതെന്റെ ഉണ്ണി. അതിനെ തരികിൻ ഇരു കണ്ണും ചൂടാ ഭൂതത്തിൻ മുന്നിൽ വെച്ചു യാചിച്ചു. കണ്ണില്ല പാവത്തെ പറ്റിക്കാൻ മായത്താൻ മറ്റൊരുണ്ണിയെ നിർമ്മിച്ചേകി ഭൂതം. ഭൂതത്തെ ശപിക്കാൻ കൈയുയർത്തി. അബലയണെങ്കിലും തൻ കുഞ്ഞിനാപത്തു കിണയുമ്പൊളീറ്റ പുലിയാകുമമ്മ. എന്നും പരിഹസിക്കില്ലെങ്കിൽ ഒരമ്മതൻ കഥ പാടാം. 9 കൽപ്പണിക്കാർ ഒറ്റ കരളവർ അവരുടെ ഭാര്യമാരും അതുപോലെ. ദേശവാഴി തമ്പുരാന്റെ കൽപ്പന കേട്ടവർ കൊട്ടാര ഗോപുരത്തിൻ പണി തുടങ്ങി. പണിയും നേരം മിഴിച്ചു നിൽപ്പായവർ കല്ലുറയ്ക്കുന്നില്ലല്ലോ കാര്യമെന്താവോ. മൂത്തവർ വെളിപാട് പോലെ ചൊല്ലി ഒരു നാരിയെ ചേർത്തു മതിൽ കെട്ടണം. ഒക്കത്തൊരു കുന്നും തലയിൽ കഞ്ഞിക്കലവും കൊണ്ടെത്തുന്നു നിഴൽ പോലൊരു പെണ്ണ്. അതും അയാൾ വേട്ടൊരു പെണ്ണ്. കാര്യം ചോദിച്ചു കാര്യമറിഞ്ഞു കല്ലുപോലങ്ങനെ നിന്നു പെണ്ണ്. കണ്ണീർ തുടച്ചു മൊഴിഞ്ഞു പെണ്ണ്. എന്റെ ഈ വലം കൈയും ഇടമാറും കെട്ടി മറയ്ക്കാതെ മതിൽ കെട്ടി തീർത്തോളൂ. എന്റെ യോമന കരയുമ്പോൾ അവനെ എന്നരികിൽ കൊണ്ടുപോരൂ. തഴുകാം ഞാനീ വലം കയ്യാൽ അവനെ മുലയൂട്ടി പൈതാകം മാറ്റാം.